ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് തിയറി പോർഷൻസ് ഒക്കെ കവർ ചെയ്തിരുന്നു. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു. സെക്കൻഡ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ കറന്റ്സ് ഇൻ ദ ടു റെസിസ്റ്റൻസസ് 10 ohm and 20 ohm connected in parallel with a cell of 0 internal resistance and EMF 2 volt. അതായത് രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 10 ohm and 20 ohm പറഞ്ഞിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. 2 volt ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ട്. നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ കറന്റ്സ് ഇൻ ദ ടു റെസിസ്റ്റൻസസ്. ഈ രണ്ട് റെസിസ്റ്റൻസിലേക്കും പാസ് ചെയ്യുന്ന കറന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഫിഗർ നോക്കുക. നമ്മുടെ 10 ohm and 20 ohm ഉള്ള റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 10 ohമിലേക്ക് വരുന്ന കറന്റിനെ I1 ആയിട്ടും കൺസിഡർ ചെയ്തു. 20 ohമിലേക്കുള്ള കറന്റ് I2 ആയിട്ടും കൺസിഡർ ചെയ്തു. ടോട്ടൽ കറന്റ് I. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം I1ന്റെയും I2ന്റെയും വാല്യൂ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, കറന്റ് ഇൻ വൺ ബ്രാഞ്ച്. അതായത് ഒരു ബ്രാഞ്ചിലുള്ള നമ്മൾ പാരലൽ കണക്ഷൻ പഠിച്ചപ്പോ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിലെ പാരലൽ കോമ്പിനേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഒരു ബ്രാഞ്ചിലുള്ള കറന്റ് മാത്രം കാണാനുള്ള ഇക്വേഷൻ. കറന്റ് ഇൻ വൺ ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ഇൻടു റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ പ്രോബ്ലം ചെയ്യാൻ പോണത്. നോക്കുക, ഫസ്റ്റ് നമുക്ക് I1 കാണാം. ഇത് ഫസ്റ്റ് ബ്രാഞ്ച്. അപ്പൊ I1 കറന്റ് ഇൻ വൺ ബ്രാഞ്ച് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് I1. അപ്പൊ I1 കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കറന്റ് അറിയണം. ടോട്ടൽ കറന്റ് നമുക്കറിയില്ല അല്ലേ? പിന്നെ വേണ്ട എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച്. പിന്നെ വേണ്ട ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച് എന്നുള്ള ഈ കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതർ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് അറിയാം. ബാക്കി രണ്ട് ടേമും നമുക്കറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ടോട്ടൽ റെസിസ്റ്റൻസിനെ RP എന്നാണ് ഡിനോട്ട് ചെയ്യുക. RP is equal to ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ R1 R2 by R1 plus R2. ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ R1ന്റെ സ്ഥാനത്ത് എന്ത് വരും? 10 ohm. R2ന്റെ സ്ഥാനത്ത് 20 ohm. അപ്പൊ RP is equal to 10 into 20 by 10 plus 20. That is equal to 200 by 30. That is RP is equal to എന്ത് വരും? 20 by 3. 20 by 3 ohm. എന്തായി? ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ഇനി വേണ്ട എന്താണ്? ടോട്ടൽ കറന്റ് ആണ്. ടോട്ടൽ കറന്റ് അപ്പൊ അതിനു വേണ്ടി നമുക്കറിയാം ഫ്രം ഓംസ് ലോ എന്താണ്? V is equal to IR ആണ്. ഇതിന് നമുക്ക് I കാണുന്ന ഇക്വേഷൻ എഴുതിക്കോ. ടോട്ടൽ കറന്റ് കാണുന്ന ഇക്വേഷൻ I is equal to V by R. V എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന EMF എത്രയാണ്? 2 ആണ്. അതേപോലെ ടോട്ടൽ റെസിസ്റ്റൻസ് RP എത്രയാണ്? 20 by 3. അല്ലേ? ചെയ്ത് കഴിഞ്ഞാല് എന്ത് വരും? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്ററിലെ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോ 3 into 2 6 by 20. So I is equal to എന്ത് വരും? 3 by 10 അല്ലേ? 3 by 10 is equal to 0.3 ആംപിയർ. ഫസ്റ്റ് നമ്മളിവിടെ നമുക്ക് കറന്റ് ഇൻ വൺ ബ്രാഞ്ച് കാണുന്ന ഇക്വേഷൻ ആദ്യം എഴുതി. അപ്പൊ ആ ഇക്വേഷനിൽ ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ, ബാക്കി രണ്ട് കാര്യങ്ങൾ നമുക്കറിയില്ല.
അപ്പൊ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ അത് ആദ്യം കണ്ടുപിടിച്ചു. RP is equal to R1 R2 by R1 plus R2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ടോട്ടൽ കറന്റ് I ആണ്. അപ്പൊ I കാണാൻ വേണ്ടി നമ്മൾ ഫ്രം ഓംസ് ലോയിൽ നിന്ന് I is equal to V by R എന്നുള്ള ഇക്വേഷൻ എഴുതി. അതിൽ V എന്ന് പറഞ്ഞാൽ EMF. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. RP നമ്മളിവിടെ കണ്ടുപിടിച്ചു 20/3. നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ കറന്റ് I is equal to 0.3 ആംപിയർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കറന്റ് ഇൻ വൺ ബ്രാഞ്ച് ചെയ്തൂടെ? current in one branch is equal to first total current എത്രയാണ്? 0.3 into resistance of the other branch. ഇപ്പൊ ഈ I1 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് അല്ലെ? I1 ആണ് ഫസ്റ്റ് കണ്ടത്. അപ്പൊ അതർ ബ്രാഞ്ച് എന്ന് പറയുമ്പോ ഇപ്പൊ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് അപ്പൊ ഏതാ വരിക? 20 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 20/3. അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇതിന്റെ വാല്യൂ എത്രയാണ് വരിക എന്നുള്ളത്. ഇതേപോലെ എന്ത് ചെയ്യാ? I2 കണ്ടുപിടിക്കുമ്പോ കറന്റ് ഇൻ I2 ഇതിലെന്താ വരിക? ടോട്ടൽ കറന്റ് എത്രയാണ്? 0.3 തന്നെ. ടോട്ടൽ കറന്റിന് ചേഞ്ച് വരുന്നില്ല. ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച്. ഇപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഈ കറന്റ് 20 ഓമിലേക്ക് വരുന്ന കറന്റിനെ കാണാൻ പോണത്. അപ്പൊ നമ്മള് ഈ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. ഇൻറ്റു 10/20/3. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I1ന്റെയും I2ന്റെയും വാല്യൂ കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കാം. The resistance of a copper wire of length 100 meter and radius 0.3 millimeter is 6 ohm. Calculate the resistivity of copper. ഈ കോപ്പർ വയറിന്റെ റെസിസ്റ്റിവിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റിൽ പഠിച്ച കാര്യമാണ്. ഈ മുഴുവൻ തന്നെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി റോ R is equal to R is equal to rho into L by pi R square. ഈ കാര്യം പഠിച്ചിട്ടുള്ള കാര്യമാണ്. R is equal to അതായത് റെസിസ്റ്റൻസ് R is equal to rho into L by pi R square. നമുക്ക് വേണ്ട എന്താ? റെസിസ്റ്റിവിറ്റി ആണ് കാണാനുള്ളത്. അപ്പൊ ഈ റെസിസ്റ്റിവിറ്റിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും? rho is equal to R pi R square by L. ഇതാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് R വേണം. R എന്താണ്? റെസിസ്റ്റൻസ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6 ohm ആണെന്നുള്ളത്. അപ്പൊ അത് സൈഡിൽ എഴുതി വെക്കാം. R is equal to 6 ohm. പിന്നെ വേണ്ടത് സ്മോൾ ലെറ്റർ R ആണ്. അതായത് റേഡിയസ് ആണ്. റേഡിയസ് 0.3 millimeter ആണ്. 0.3 millimeter എന്ന് പറയുമ്പോ 0.3 × 10⁻³ മീറ്റർ അല്ലെ? ഇനി വേണ്ടത് ലെങ്ത്. ലെങ്ത് പറയുന്നത് 100 മീറ്റർ. ഈ ഓരോ വാല്യൂസും എന്റെ സ്ഥാനത്ത് കൊടുത്തു നോക്കുക. ആറിന്റെ സ്ഥാനത്ത് 6 ഇൻറ്റു പൈന്റെ വാല്യൂ 3.14 ഇൻറ്റു 0.3 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ ബൈ 100. ഇത് ചെയ്ത് നോക്കുക. ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? ഓം മീറ്റർ. ലാസ്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. നമ്മൾ ചെയ്താൽ എന്താ? റെസിസ്റ്റിവിറ്റി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. റോ is equal to R pi R square by L. ഇതിലുള്ള എല്ലാ ഡാറ്റയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത പ്രോബ്ലം നേരത്തെ റെസിസ്റ്റിവിറ്റി ചെയ്ത പോലെ തന്നെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ്. സെയിം മെത്തേഡ് ആണ്. The resistance of a metal wire of length 1.5 meter. Length 1.5 L is equal to 1.5 meter and radius 1 millimeter. R is equal to
1 millimeter. 1 millimeter എന്ന് പറയുമ്പോൾ 1 into 10 raised to -3 meter is 5 ohm. Resistance of the wire എന്താണ്? 5 ohm ആണ്. R is equal to 5 ohm. നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കണ്ടക്ടിവിറ്റി ആണ്. നമ്മൾ റെസിസ്റ്റിവിറ്റി പഠിച്ചപ്പോൾ തന്നെ അതിന്റെ കൂടെ കണ്ടക്ടിവിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. അപ്പൊ ഈ റെസിസ്റ്റിവിറ്റി നമ്മൾ റെപ്രസെന്റ് ലെറ്റർ റോ ആണ്. കണ്ടക്ടിവിറ്റി സിഗ്മ. അപ്പൊ സിഗ്മ is equal to the reciprocal of resistivity ആകുമ്പോൾ സിഗ്മ is equal to 1 by rho. ഈ റോ കാണാൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. റോ is equal to r pi r square by l. അപ്പൊ ഈ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആകുമ്പോ എന്താവും വരിക? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോ സിഗ്മ is equal to l by r pi r square. റോന്റെ റെസിപ്രോക്കൽ ആണ് സിഗ്മ. അതായത് നേരെ ഇക്വേഷൻ ഒന്ന് തിരിച്ചത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സർക്യൂട്ട് ഷോൺ ദ സെൽസ് ഹാവ് നോ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഫൈൻഡ് ദ കറന്റ് ഇൻ ഈച്ച് റെസിസ്റ്റർ. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള സർക്യൂട്ട്. ഈ സർക്യൂട്ടില് 4 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിലേക്ക് വരുന്ന കറന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണത് ഇതിലെ ടോട്ടൽ കറന്റ് എവിടെയാണ്, അതുപോലെ ആ കറന്റ് എങ്ങനെയാണ് ഇതിൽ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത്, അത് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഇതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് മാർക്ക് ചെയ്യാം. എ ബി സി ഡി ഇ എഫ്. നമുക്കറിയാം ടോട്ടൽ കറന്റ് ഐ ആണ്. ഇ എം എഫിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ഐ, ടോട്ടൽ കറന്റ് ഐ. ഈ ഐ എന്നുള്ള കറന്റ് ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ 2 കറന്റ് ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഒന്ന് I1, ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യമാണ്. I1, ഇത് I2. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യമാണിത്. ഫസ്റ്റ് ടോട്ടൽ കറന്റ് ഐ, അത് എ എന്നുള്ള ജംഗ്ഷനിൽ നിന്ന് കൊടുത്തു. ആ കറന്റ് ബി എന്നുള്ള ജംഗ്ഷനിൽ എത്തിയപ്പോ സ്പ്ലിറ്റ് ആയി. I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ടോട്ടൽ I1ന്റെ അതുപോലെ ഓരോ കറന്റ്, ഓരോ റെസിസ്റ്റൻസിൽ നിന്നാണ് കറന്റ്, അതായത് I1ന്റെയും I2ന്റെയും വാല്യൂ കണ്ടുപിടിക്കാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മള് ഫസ്റ്റ് ഇവിടെ ഈ ബി എന്ന് പറഞ്ഞ ജംഗ്ഷനില് ജംഗ്ഷൻ റൂള് അപ്ലൈ ചെയ്യാം. അപ്ലൈ ജംഗ്ഷൻ റൂൾ അറ്റ് ഡി അല്ലെ? നമുക്കറിയാം ജംഗ്ഷൻ റൂൾ എന്താണ്? ദ ആൾജിബ്രായിക് സം ഓഫ് ടോട്ടൽ കറന്റ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് 0. അതായത് ഈ പോയിന്റിലേക്ക് വരുന്ന കറന്റിനെ നമ്മൾ പോസിറ്റീവായിട്ടും കൺസിഡർ ചെയ്യും, പോയിന്റിൽ നിന്ന് എവേ ചെയ്യുന്ന കറന്റിനെ നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യും. അപ്പൊ ഈ പോയിന്റിലേക്ക് വരുന്ന കറന്റ് ഏതാണ്? ഇവിടെ ഐ എന്ന് പറഞ്ഞ കറന്റ് പോയിന്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ കറന്റ് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പൊ ഐ. അടുത്തത് I1, I1 എന്ന് പറഞ്ഞ കറന്റ് പോയിന്റിൽ നിന്ന് എവേ ചെയ്യാണ്. അപ്പൊ അത് മൈനസ് I1. അതേപോലെ തന്നെ I2 പോയിന്റിൽ നിന്ന് പുറത്തു പോകുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നമ്മള് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. I is equal to -I1 ഇങ്ങോട്ട് പോകുമ്പോ +I1, -I2 പോകുമ്പോ +I2. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഇതേപോലെ നമ്മള് ഇപ്പൊ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ലൂപ്പ് റൂൾ ഉപയോഗിച്ചിട്ടാണ് I2 കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലൂപ്പ് റൂൾ ഇവിടെ നോക്കുക. ഇവിടെ 3 തരത്തിലുള്ള ലൂപ്പ് ഉണ്ട്. ഒന്ന് എ ബി സി ഡി, മറ്റൊന്ന് ബി ഇ എഫ് സി, മറ്റൊന്ന് എ ബി ഇ എഫ് സി ഡി. ഇങ്ങനെ 3 ലൂപ്പ് ഉണ്ട്. അപ്പൊ ഓരോ ലൂപ്പും കൺസിഡർ ചെയ്ത് അതിന് വരുന്ന ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാണ് ചെയ്യണത്. ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ലൂപ്പ് എ ബി സി ഡി. എന്താ വരിക?
നമുക്കറിയാം I1R1+I2R2+I അങ്ങനെയാണ് നമ്മള് ലൂപ്പ് റൂളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ കറന്റ് എന്താണ്? I ഇൻറ്റു റെസിസ്റ്റൻസ് 12 ആണ്. അപ്പൊ ഫസ്റ്റ് വരുമ്പോ 12I. ഈ കറന്റ് പോകുന്ന ഡയറക്ഷൻ നോക്കണം. നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ കറന്റ് മൂവുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ എഴുതുക. നമ്മൾ പോകുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ ഈ കറന്റ് I എന്ന് പറഞ്ഞ കറന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തി ബിയിലെത്തി കഴിഞ്ഞപ്പോ എന്തായിട്ട് മാറി? I1 ആയിട്ട് മാറി. ഇവിടുത്തെ റെസിസ്റ്റൻസ് 6 ആണ്. അപ്പൊ 6I1 പ്ലസ് 6I1 അല്ലെ ഇസ് ഈക്വൽ ടു 12. 18. EMF അല്ലേ 18. ഇനി നമ്മള് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മള് ആദ്യം നമ്മൾ ഇക്വേഷൻ നമ്പർ കൊടുക്കുന്നില്ല. ഈ ഇക്വേഷനിൽ നമ്മൾ ഒരു I ഉണ്ട്. നമുക്ക് വേണ്ടത് I1ന്റെ I2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷനെ നമ്മള് ഒരു I1ന്റെയും I2ന്റെയും ടേമിൽ രണ്ട് ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോൾവ് ചെയ്തിട്ട് I1ന്റെ I2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ഒരു ഐയും ഒരു I1ഉം ആണുള്ളത്. അപ്പൊ ഈ ഐനെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ I2നെ കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടി നമ്മളിവിടെ ഈ ഐന്റെ സ്ഥാനത്ത് ഈ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് the value of I in equation number 2. ഈ ഇക്വേഷൻ നമ്പർ 2ൽ നമ്മൾ ഐന്റെ വാല്യൂ കൊടുത്തു. ഐന്റെ വാല്യൂ എന്താണ്? I1 പ്ലസ് I2 ദാറ്റ് ഈസ് 12 ഇൻറ്റു I1 പ്ലസ് I2 പ്ലസ് 6I1 is equal to 18. അല്ലേ? ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ 12 കോമൺ ആണ്. അപ്പൊ 12 ഉള്ളിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്താ പറയാ? 12 ഇൻറ്റു I1 12I1 പ്ലസ് 12I2 പ്ലസ് 6I1 is equal to 18. 12I1 പ്ലസ് 6I1 എന്ന് പറയുമ്പോ 18I1 പ്ലസ് 12I2 is equal to 18 അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ചെറുതാക്കാം അല്ലേ? ഇവിടെ ഒരു 18 ഒരു 12 ഒരു 18. അപ്പൊ ഇതിനെ നമുക്ക് 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡഡ് ബൈ 6. നമ്മുടെ ഇക്വേഷൻ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഏതാ ടേം എന്നുള്ളത് നോക്കുക. 6 പോകുന്നുണ്ടെങ്കിൽ 6, 3 ആണെങ്കിൽ 3 ഏതാന്ന് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യാം. അപ്പൊ 6 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ചെറുതാവും. അപ്പൊ 18/6 എന്ന് പറയുമ്പോ 3I1. 12/6 എന്ന് പറയുമ്പോ 2I2 is equal to 18/6 3. ഇപ്പൊ എന്തായി? 3I1 പ്ലസ് 2I2 is equal to 3. ഇവിടെ നേരത്തെ ഐന്റെയും I1ന്റെയും ടേമിലുള്ള ഇക്വേഷൻ ആയിരുന്നു. അവിടെ നമ്മൾ ഐന്റെ സ്ഥാനത്ത് I1 പ്ലസ് I2 എന്നുള്ള ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് ലാസ്റ്റ് അത് സിംപ്ലിഫൈ ചെയ്ത് തന്നപ്പോ 3I1 പ്ലസ് 2I2 is equal to 3. ഇനി ഇതേപോലെ മറ്റൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? I1ന്റെയും I2ന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി നമ്മള് ഈ രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാം. എന്താണ്? BEFC. കൺസിഡർ ലൂപ്പ് BEFC. എന്താ വരിക? ബി എന്നുള്ള പോയിന്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ കറന്റ് എന്താണ്? I2, റെസിസ്റ്റൻസ് 1. അപ്പൊ 1I2. കറന്റ് ഇങ്ങനെ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അതേ കറന്റ് തന്നെയാണ്. I2 തന്നെയാണ്, ചേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ്? 1I2 പ്ലസ് 1I2. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ മൂവ് ചെയ്യുന്ന ഈ കറന്റ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I1 വരുന്നത്. അപ്പൊ അവിടെ മൈനസ് ആയിരിക്കും വരും. മൈനസ് റെസിസ്റ്റൻസ് 6 ആണ്. -6I1.
അടുത്ത EMF 12 ആണ്. ഇവിടെ 18 ആയിരുന്നു, ഇവിടെ 12. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 2 I2 ആണ്. അപ്പൊ 1 + 1 എന്ന് പറയുമ്പോൾ 2. 2I2 - 6I1 = 12 അല്ലേ? 2I2. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷനും ചെറുതാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ എന്താവും വരിക? ഈ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഡിവൈഡ് ചെയ്യുമ്പോൾ I2 - 3I1 അല്ലേ? 6/2 എന്ന് പറയുമ്പോൾ 3I1 = 6. നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ആദ്യം I1 ഉള്ളത് എഴുതാം. -3I1 + I2 = 6. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇതൊക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ അതേപോലെ I1 I2 ടേമിലുള്ള മറ്റൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് I1 I2 വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്തു. ഈ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഇന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തു. അത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ കോമൺ ആയിട്ട് 2 ഒരു കോമൺ ഫാക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് എഴുതാണ്. ഫസ്റ്റ് I1 എഴുതി, പിന്നെ I2 എഴുതി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 3യും ഈ 4ഉം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ I1ന്റെയും I2ന്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ചെയ്യണത് ഈ ഇക്വേഷൻ നമ്പർ 3യും 4ഉം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 3 + 4. 3 + 4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 3I1 - 3I1 എന്തായി? 0 ആയി പോയി. 0. അടുത്തത് 2I2 + I2 3I2 that is equal to 6 + 3 9. So 3I2 is equal to 9. അപ്പൊ എന്താവും? I2 is equal to 9/3. That is I2 is equal to 3 ampere അല്ലേ? 3I2 is equal to 9 കിട്ടി. ഇതിന് I2ന്റെ വാല്യൂ കണ്ടൂടെ? ഈ I2 ഇവിടെ നിർത്തിയിട്ട് ഇൻറ്റു 3 ഇങ്ങോട്ട് പോകുമ്പോൾ /3 ആയി. അപ്പൊ 9/3. 9/3 എന്ന് പറയുമ്പോൾ 3. അപ്പൊ I2ന്റെ വാല്യൂ നമുക്ക് കിട്ടി. I2 is equal to 3 ആംപിയർ എന്ന് കിട്ടി. ഇനി നമുക്ക് I1ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അങ്ങനെ കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് the value of I2 in ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷനിൽ നമ്മൾ I2ന്റെ വാല്യൂ കൊടുത്തു നോക്കാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എന്ത് വരിക? 3I1 അതുപോലെ തന്നെ +2 ഇൻറ്റു I2ന്റെ വാല്യൂ 3 = 3. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3I1 + 3 × 2 6 that is equal to 3. ഇതിന് 3I1ന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ 6 ഇങ്ങോട്ട് പോകുമ്പോൾ 3 - 6 അപ്പൊ എന്തായി? -3 ആയി. ഇതിന് I1ന്റെ വാല്യൂ പിടിച്ചൂടെ? -3/3 that is equal to -1 ampere. I1 is equal to -1 ampere അല്ലേ? I2ന്റെ വാല്യൂ കിട്ടിയ I2ന്റെ വാല്യൂ ഇവിടെ കൊടുത്തു നോക്കിയപ്പോൾ നമുക്ക് 3I1 is equal to -3 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് I1ന്റെ വാല്യൂ ആണ്. ഈ ഉള്ള 3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ /3 ആയി. അപ്പൊ -3/3 എന്ന് പറയുമ്പോൾ -1. അപ്പൊ I1ന്റെയും I2ന്റെയും വാല്യൂ കിട്ടി. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിർബന്ധമായിട്ടും ചോദിക്കാറുണ്ട്. ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ആദ്യം നിങ്ങൾക്ക് ഫിഗർ തരും. ഈ ഫിഗർ തരുന്ന സമയത്ത് ABCD ഇങ്ങനെ ലൂപ്പ് ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതേപോലെ കറണ്ട് I1 I2 ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ABCD എന്ന് കൊടുക്കുക. എന്നിട്ടൊരു കറണ്ട് EMFനോട് ഒരു കറണ്ട് കൊടുക്കുക. ആ കറണ്ട് ഏതെങ്കിലും ജംഗ്ഷനിൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ.
പ്രോബ്ലം നോക്കാം. A galvanometer gives full scale deflection for 10 milliampere when a shunt resistance 0.2 ohm is connected across. It measures current up to 5 ampere. Calculate the resistance of the galvanometer. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഈ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിനെ നമ്മൾ ജി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് തന്ന ഡാറ്റ എന്തൊക്കെയാണെന്നുള്ളത് ഒരു സൈഡിൽ എഴുതി വെക്കാം. ഫസ്റ്റ്, എ ഗാൽവനോമീറ്റർ ഗിവ്സ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ 10 മില്ലി ആംപിയർ. ഈ ഗാൽവനോമീറ്ററിലെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് 10 മില്ലി ആംപിയർ ആകുമ്പോഴാണ്. അപ്പൊ ഈ 10 മില്ലി കറന്റ്, അതായത് ആ ഗാൽവനോമീറ്ററിലേക്ക് വരുന്ന കറന്റ് 10 മില്ലി ആംപിയർ ആകുമ്പോഴാണ് ഗാൽവനോമീറ്ററിലെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പൊ ഈ ഗാൽവനോമീറ്ററിലേക്ക് വരുന്ന കറന്റിനെ നമ്മൾ ഐ ജി എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നത്. ഐ ജി ഈക്വൽ ടു 10 മില്ലി ആംപിയർ. ഈ മില്ലി ആംപിയറിന് നമ്മൾ ആംപിയർ ആക്കുമ്പോൾ 10 × 10⁻³ ആംപിയർ അല്ലെ, 10 മില്ലി ആംപിയർ. പിന്നെ പറഞ്ഞിട്ടുള്ളത് വെൻ എ ഷണ്ട് റെസിസ്റ്റൻസ് 0.2 ഓം, ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് ആണ് 0.2 ഓം. ഷണ്ട് റെസിസ്റ്റൻസിനെ നമ്മൾ എസ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എസ് ഈക്വൽ ടു 0.2 ഓം ഈസ് കണക്റ്റഡ് അക്രോസ്. ഇറ്റ് മെഷേഴ്സ് കറന്റ് അപ് ടു 5 ആംപിയർ. അതായത് ടോട്ടൽ കറന്റ് ഐ ഈക്വൽ ടു 5 ആംപിയർ. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ. അതായത് ഈ ജി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷനിൽ ബാക്കിയുള്ള ടേംസ് ഒക്കെ നമുക്കറിയാം. ജിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഐ ജിയുടെ സ്ഥാനത്ത് എന്ത് വരും? 10 × 10⁻³ that is equal to I 5 into എസിന്റെ വാല്യൂ 0.2 ബൈ എസിന്റെ വാല്യൂ 0.2 പ്ലസ് ജി അതുപോലെ തന്നെ, കാരണം ജിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജി അതുപോലെ അവിടെ നിർത്തുക, ബാക്കിയുള്ള ടേംസിനൊക്കെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യണം. 0.2 പ്ലസ് ജി ഉണ്ടല്ലോ, ജിന്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ജി ഉള്ള ടേമിന് മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ 0.2 പ്ലസ് ജിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഉള്ള ഈ 10 × 10⁻³ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ ബൈ ആവും. എന്നിട്ട് അതിൽ നിന്ന് ജിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് മൊഡ്യൂളിലുള്ള ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ മെത്തേഡിലുള്ളതും ചെയ്തു. ബാക്കി നമുക്ക് റിവിഷൻ ക്ലാസ്സിന്റെ കൂടെ അടുത്ത പ്രോബ്ലം തരണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തേർഡ് മൊഡ്യൂളിലുള്ള ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗത്തുനിന്നും വരുന്ന ഓരോ മെത്തേഡിലുള്ള ഓരോ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് പിന്നീട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.